ദില്ലിയിലെ കുടിവെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന ആരോപണത്തിൽ കേജ്രിവാളിന്റെ മറുപടി തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൃത്യമായ തെളിവ് ഹാജരാക്കുവാൻ കേജ്രിവാളിന് നാളെ വരെ സമയം കമ്മീഷൻ വീണ്ടും നൽകി. തന്നെ അറസ്റ്റ് ചെയ്യുവാനാണ് നീക്കമെന്ന് വാർത്താ സമ്മേളനം നടത്തി കേജ്രിവാൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് 14 പേജുള്ള വിശദീകരണ കത്ത് കേജ്രിവാൾ കൈമാറിയത്. ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ യമുനയിലെ അമോണിയ അളവ് ഉയർന്നെന്ന് ഡൽഹി ജല ബോർഡിനെ ഉദ്ധരിച്ച് കേജ്രിവാൾ പറഞ്ഞു. ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഡൽഹിക്ക് കുടിവെള്ളം കിട്ടുന്നത്. അടുത്തിടെ ലഭിക്കുന്ന വെള്ളം വളരെ മലിനവും ആരോഗ്യത്തിന് ദോഷമുള്ളതുമാണ്. അരാജകത്വം സൃഷ്ടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ BJP സർക്കാർ വെള്ളത്തിൽ വിഷം കലർത്തുകയാണ്. ഡൽഹി ജല ബോർഡിന്റെ ജാഗ്രത കൊണ്ടാണ് തടയാനായതെന്ന് കേജ്രിവാൾ പറഞ്ഞു. ഡൽഹിയിലെ ജനങ്ങൾക്ക് നല്ല വെള്ളം ലഭ്യമാക്കാൻ ഹരിയാനയോട് നിർദ്ദേശിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേജ്രിവാൾ അഭ്യർത്ഥിച്ചു. AAP തലവനായ കേജ്രിവാളിനെതിരെ BJPയും കോൺഗ്രസും രംഗത്തെത്തി. 5 വർഷം മുൻപ് കേജ്രിവാൾ യമുനയിൽ കുളിക്കുമെന്നും വെള്ളം കുടിക്കുമെന്നും പറഞ്ഞു. ഇന്നുവരെ അദ്ദേഹം യമുനയിലെ വെള്ളം കുടിച്ചിട്ടില്ല എന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അതേസമയം യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുന്നെന്ന ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തുവന്നു. പ്രധാനമന്ത്രി കുടിക്കുന്ന വെള്ളത്തിൽ ഹരിയാനയിലെ BJP സർക്കാർ വിഷം കലർത്തുമോ എന്ന് മോദി ചോദിച്ചു. അതിനിടെ ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തുന്നെന്ന ആരോപണത്തിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ ഹരിയാന കോടതി സമൻസ് അയച്ചു. ഫെബ്രുവരി 17 മുൻപ് കോടതിയിൽ കെജ്രിവാൾ ഹാജരാകണമെന്നും അല്ലാത്ത പക്ഷം നിയമപ്രകാരമുള്ള നടപടികൾ നേരിടുമെന്നും കോടതി നോട്ടീസിൽ അറിയിച്ചു. ഡൽഹിയുടെ കുടിവെള്ള വിതരണം തകർക്കാൻ ഹരിയാനയിലെ BJP സർക്കാർ യമുനയിൽ വിഷം കലർത്തുന്നെന്നായിരുന്നു കെജ്രിവാളിന്റെ ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നും കോടതി കെജ്രിവാളിന് നിർദ്ദേശം നൽകി.